നമസ്കാരം, എല്ലാവർക്കും ഗുഡ് വിൽ പാചകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ വരാല് തേങ്ങാപ്പാൽ ഒഴിച്ച് എങ്ങനെ വറ്റിച്ചെടുക്കാമെന്നാണ്. നമ്മുടെ വരാല് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച നാടൻ വരാല് കറി തയ്യാറാക്കാനുള്ള നമ്മുടെ മൺചട്ടി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് മൺചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് 1/2 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് 50 ഗ്രാം വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 50 ഗ്രാം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. 5 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് നാടൻ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില നന്നായി വാടി വരണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം നന്നായി വാടി വന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ ഫ്ലെയിം സ്ലോയിലാക്കി നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിനി ഇളം ചൂടുവെള്ളത്തിൽ 2 കുടംപുളി ചെറുതായി കീറിയിട്ടിട്ടുണ്ട്. അത് നമുക്ക് ഈ മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം. ഇനി നമ്മുടെ നാടൻ വരാല് ചെറിയ കഷ്ണങ്ങളായി കഴുകി വൃത്തിയാക്കി വെച്ചത് നമ്മുടെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അരമുറി തേങ്ങയുടെ 2ാം പാലാണ്. ഏകദേശം 100 മില്ലിയോളം ഉണ്ട്. നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് വരാലുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് നമ്മുടെ കറി വേവിച്ചെടുക്കാം. ഏകദേശം 8 മിനിറ്റോളം മൂടി വെച്ച് നമ്മുടെ കറി നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 8 മിനിറ്റോളം നമ്മുടെ വരാല് കറി നന്നായി മീഡിയം ഫ്ലെയിമിലിരുന്ന് കുക്കായിട്ടുണ്ട്. നമുക്കിനി മൂടി മാറ്റി നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി മൂടി മാറ്റിയിരുന്ന് ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മുടെ വരാല് കറി നന്നായിട്ട് തിളച്ച് വരട്ടെ. നമുക്ക് ഈ അവസരത്തിൽ 1 തണ്ട് നാടൻ കറിവേപ്പില നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടാനായിട്ടാണ്. ഏകദേശം 3 മിനിറ്റോളം നമ്മുടെ കറി തുറന്നിരുന്ന് നന്നായി വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് അരമുറി തേങ്ങയുടെ 1ാം പാൽ ഏകദേശം 200 മില്ലി 1ാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ചെറു തിള വരുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫാക്കാം. ഈ അവസരത്തിൽ നമ്മുടെ കറിയുടെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പെല്ലാം പെർഫെക്റ്റ് ആണ്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. ചെറു തിള വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചൂട് നാടൻ വരാല് കറി
തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. താങ്ക് യു.